തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. സാറിന് കുടിക്കാനും കഴിക്കാനും എന്തെങ്കിലും വേണോ? ഞാൻ എടുത്തിട്ട് വരാം. വേണ്ട. അവരുടെ ആഘോഷങ്ങളിൽ മാറി നിന്ന് പങ്കെടുക്കാൻ പോലും എനിക്കാവില്ല. നന്ദിനി മോള് ദൈവവിശ്വാസമുള്ള കുട്ടിയാ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന കൊച്ച. അങ്ങനെ അപകടപ്പെടുത്താൻ ആരെ കൊണ്ടും പറ്റില്ല സാറേ, ഉറപ്പാ. സാറ് ധൈര്യമായിട്ടിരിക്കെ. ചെല്ല്. മാഡം, ഇതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ. ആഘോഷങ്ങൾ വരുന്നതിലല്ല, അത് നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ ആഘോഷിക്കുമ്പോഴാ ഭാഗ്യം. യെസ്, അക്കാര്യത്തില് ഞാൻ ഭാഗ്യവതിയാണ്. എന്റെ മക്കള് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അവനവിടെ എന്ത് ചെയ്യാ രാജു? മോളിലുണ്ട് സാറേ. അവനെന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ വേണമെന്ന് ചോദിച്ചോ? ഞാൻ ചോദിച്ചു, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു സാറേ. ഇത്രയും സങ്കടത്തിലിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഭക്ഷണം ഇറങ്ങും സാറേ? എനിക്ക് ഇതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല സാറേ. ഇങ്ങനെയൊക്കെ പെരുമാറ കാശുണ്ടായാലേ പറ്റൂല്ലേ സാറേ? രാജു, താനിത് എവിടെയായിരുന്നു? ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ റെഡിയാണോ? റെഡിയാണ് സാറേ. ദേ, മൈലാഞ്ചിടൽ ചടങ്ങ് നടക്കുകയാണ്. ഇനി ഫോട്ടോ എടുക്കൽ ചടങ്ങൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കേണ്ടി വരും. അതൊക്കെ എടുത്തു വയ്ക്ക് പെട്ടെന്ന്. ശരി സാറേ. പോ. പ്രോഗ്രാം ഒക്കെ എങ്ങനെയുണ്ട് അങ്കിൾ? കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്കിൾ പറഞ്ഞാൽ മതി, അതൊക്കെ അറേഞ്ച് ചെയ്യാം. എന്റെ കഴുത്തിലൊരു കുരുക്കിട്ട് എന്നെ അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഇങ്ങനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതിനൊക്കെ അതാ നല്ലത്. അത് പിന്നെ അങ്കിളെ. ഇന്ദ്രജെ വിളിച്ചോ? നല്ല ഭംഗിയുണ്ടല്ലോ. അതെ, കൊള്ളാം കേട്ടോ. അതെ, അങ്കിളിപ്പോ നല്ല മൂഡൌട്ടിലാണ്. ഇത് അവസാന പ്രശ്നമാവുമെന്നാ തോന്നുന്നത്. മമ്മി, അതെ പത്മേ, ഈ രഹസ്യം പറച്ചിലിന് ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. എന്ത് സ്വഭാവം? അല്ല, സാധാരണ മണവാട്ടിയെ ഒരുക്കി ഇരുത്തുമ്പോഴേ അവളുടെ ചെവിയിൽ ഒരു കൂട്ടുകാരി രഹസ്യം പറയുന്നതും അവള് തിരിച്ചു പറയുന്നതൊക്കെ നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? എനിക്ക് ഏകദേശം അതുപോലെ തന്നെയാ തോന്നിയത്.